ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പലഹാരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ റവയാണ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇനി അതേ കപ്പ് അളവിൽ തന്നെ 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുതിരാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മൾ എത്ര കപ്പ് റവയാണോ എടുക്കുന്നത് അതേ കപ്പ് അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് കുതിരാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ റവ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം റവ നന്നായിട്ട് കുതിർന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തയ്യാറാക്കുന്ന ഈ പലഹാരത്തിന് വറുത്ത റവ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. ഇത് നന്നായിട്ട് കുതിർന്ന് വെള്ളമെല്ലാം വറ്റി കട്ടയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിൻ്റെ അളവിന് 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അടുത്തതായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. 1/2 കപ്പ് അളവിൽ ഇതുപോലെ നിറച്ചെടുത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗോതമ്പ് പൊടിക്ക് പകരം മൈദപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി എന്നുള്ളവർക്ക് അങ്ങനെയും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ഗോതമ്പ് പൊടിയും റവയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങ് വേവിച്ചതാണ്. ഉരുളക്കിഴങ്ങ് വേവിച്ചതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഒരെണ്ണമാണ്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് സവോളയാണ്. 1 സവോള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി 3 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില ഇതുപോലെ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പുഴുങ്ങിയെടുത്ത 1 കോഴിമുട്ടയാണ്. ഗ്രേറ്ററിൻ്റെ ചെറിയ ഹോളിലിട്ടിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. 2 3 കോഴിമുട്ട വരെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, കുരുമുളക് ഒന്നിച്ച് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതൊരു 1/4 സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തു. ഇനി ഒരു നുള്ള് ഗരം മസാലപ്പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ അളവിൽ മുളക് പൊടി. എരിവൊക്കെ ഓരോരുത്തർക്കും ആവശ്യമനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു നുള്ള് മുഴുവൻ പെരിഞ്ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിൻ്റെ പരുവം നോക്കണം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ കട്ടിയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ ഇതാ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു. ഇപ്പോൾ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊന്ന് ലൂസാക്കാനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ മാവ് ഒത്തിരി അങ്ങ് ലൂസായി പോണ്ട, ഇതുപോലെ കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഓയിലിൽ ഫ്രൈ ആയിട്ട് വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇനി ഓയിൽ വേണ്ടാതെ അല്ലാതെ തന്നെ ചുട്ടെടുക്കാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തിട്ടെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ആ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എങ്കിലേ എല്ലാം ഒരുപോലെ കിട്ടുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം വെന്ത് കിട്ടി. ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് വീണ്ടും ഇതിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഒരുപാട് അങ്ങ് പരത്തേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് ഇതിന് മുകളിലേക്കായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതും നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ 2 എണ്ണം ചുട്ടെടുത്തിട്ടുണ്ട്. ബാക്കി മാവ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴാണോ കഴിക്കാനായിട്ട് ആവശ്യം ആ ഒരു സമയത്ത് ചൂടോടെ കഴിക്കാൻ വേണ്ടിയാണ്. ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചൂടാറിയാലും ടേസ്റ്റ് ഉണ്ട്, എന്നാലും ചൂടോടെ ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. സ്നാക്സ് ആയിട്ടും എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.